നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ അംബാസിഡർ വിപുൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. വെള്ളിയാഴ്ച രാവിലെ ഖത്തറിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷ ചടങ്ങുകൾ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രധാന ഭാഗങ്ങൾ അംബാസിഡർ വായിച്ചു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതും തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതുമായിരുന്നു ഖത്തർ അമീറിന്റെ ഇന്ത്യ സന്ദർശനമെന്ന് അംബാസിഡർ ചൂണ്ടിക്കാട്ടി. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്കും ഖത്തർ ഭരണകൂടത്തിനും അംബാസിഡർ നന്ദി അറിയിച്ചു. ചടങ്ങിൽ വിവിധ കമ്മ്യൂണിറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും ദേശഭക്തി ഗാനങ്ങളും കലാപരിപാടികളും അവതരിപ്പിച്ചു. വൈകിട്ട് 5:30 ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറവും ചേർന്ന് ഭാരത് ആസാദ് കി രംഗ് 2025 എന്ന കൾച്ചറൽ പരിപാടി സംഘടിപ്പിച്ചു. ICC അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ അംബാസഡർ വിപുൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചറിയിക്കുന്ന നൃത്ത പരിപാടികളും കരോക്കി ഗാനമേളയും ചടങ്ങിന് മാറ്റേകി. ഖത്തറിൽ മരണപ്പെടുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായി വർഷങ്ങളായി മികച്ച പ്രവർത്തനം നടത്തിവരുന്ന KMCC അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രതിനിധികളായ മഹബൂബ് നാലകത്ത്, അബ്ദുൽ മുയിസ്, ഷഫീഖ് എന്നിവരുൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ അംബാസഡർ ആദരിച്ചു. അൻവർ പാലേരി, 24 ദോഹ. മുക്കം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മാമു ഖത്തർ ചാപ്റ്റർ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 24 ന്യൂസ് ദോഹ ഓഫീസിൽ കേക്ക് മുറിച്ചാണ് പ്രവർത്തകർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അമീൻ കൊടിയത്തൂർ സ്വാഗത പ്രസംഗം നടത്തി. പ്രസിഡന്റ് ഷാഫി ചെറൂപ്പ അധ്യക്ഷത വഹിച്ചു. 24 ഖത്തർ പ്രതിനിധി അൻവർ പാലേരി ഉദ്ഘാടനം ചെയ്തു. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാസിഫ് മൊയ്തു സംസാരിച്ചു. മെഹ്ഫിൽ, ഷമീർ, ജലീൽ, മുജീബ്, അഫ്സൽ കൊടുവള്ളി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. ജനറൽ സെക്രട്ടറി ഇർഷാദ് ചേന്നമംഗലൂർ നന്ദി പറഞ്ഞു. പ്രവാസി വെൽഫെയറിന്റെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. പൌരത്വം തന്നെയാണ് സ്വാതന്ത്ര്യമെന്ന തലക്കെട്ടിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ AM സജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി വെൽഫെയർ നാഷണൽ കമ്മിറ്റി അംഗം ഖലീൽ പാലോട്, ബഷീർ ചുള്ളിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനകീയ രക്തദാന സേന സൗദി അറേബ്യയുടെ കീഴിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റിയാദിലും ദമാമിലുമായാണ് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. റിയാദിലെ ആസ്റ്റർ സനദിൽ ആരംഭിച്ച രക്തദാന ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ദമാമിലെ അൽ മന ഹോസ്പിറ്റലിലും രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത രക്തദാതാക്കൾക്ക് PBDAയുടെ സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ഒരാഴ്ച കൊണ്ട് 100-ലധികം രക്തയൂണിറ്റുകൾ ദാനം ചെയ്യാനായതായി സൗദി ചീഫ് കോർഡിനേറ്റർ ഷിനാജ് കരുനാഗപ്പള്ളി അറിയിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത ഖത്തരി സന്നദ്ധ പ്രവർത്തകനും ഭിന്നശേഷിക്കാരുടെ പ്രചോദന വ്യക്തിത്വവുമായ ഗാനിം അൽ മുഫ്ത അപകടനില തരണം ചെയ്തതായി സഹോദരൻ അറിയിച്ചു. അൽ മുഫ്ത സംസാരിച്ചതായും കൂടുതൽ മികച്ച പരിചരണത്തിനായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതായും സഹോദരൻ പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഗാനിമിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കണമെന്ന് ഖത്തർ രാജ്യാന്തര സഹകരണ മന്ത്രി മറിയം അൽ മിസ്നാദ് അഭ്യർത്ഥിച്ചിരുന്നു. ഷാർജ സെയിന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് സമാപനം. സമൂഹ ബലിയോടുകൂടിയാണ് തിരുനാൾ കർമ്മങ്ങൾ സമാപിച്ചത്. ഈ മാസം 5-നാണ് 11 ദിവസത്തെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറിയത്. സമാപന ദിവസത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ PM പീറ്റർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ശബരിമുത്തു, മലയാളം കമ്മ്യൂണിറ്റി ആത്മീയ ഗുരു ഫാദർ ജോൺ ജോസഫ്, ഫാദർ ജോൺ തുണ്ടിയത്ത്, ഫാദർ വിപിൻ തുടങ്ങിയവർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സന്ധ്യാപ്രാർത്ഥന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തിരുസ്വരൂപം വഹിച്ചുള്ള മരിയൻ പ്രദക്ഷിണം തുടങ്ങിയ വിവിധ പരിപാടികളോടെയായിരുന്നു 11 ദിവസത്തെ തിരുനാൾ ആഘോഷം നടന്നത്. തിരുനാളിന് വേണ്ട ക്രമീകരണങ്ങൾക്ക് സെക്രട്ടറി റോണി ആന്റണി ജോസഫ്, കൺവീനർ വിൻസെന്റ് തോബിയാസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ആഘോഷങ്ങളിൽ എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 24 ദുബായ്.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കിയുമായി സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ക്ഷണം സെലൻസ്കി സ്വീകരിച്ചു. അലാസ്കയിലെ കൂടിക്കാഴ്ച യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അന്തിമ കരാറില്ലാതെ പിരിഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ആംഗ്രീജ് ചർച്ചയിൽ ധാരണയായില്ലെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നത് ഉറപ്പായി. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലാസ്കയിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു ട്രംപ് സെലൻസ്കിയുമായി 1.5 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചത്. തിങ്കളാഴ്ച സെലൻസ്കി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വാഷിംഗ്ടണിലെത്തും. ഈ ചർച്ച വിജയിച്ചാൽ പുടിനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. കൂടുതൽ ചർച്ചകൾക്ക് മോസ്കോയിലേക്ക് പുടിൻ ട്രംപിനെ ക്ഷണിച്ചിരുന്നു. യൂറോപ്യൻ നേറ്റോ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നാണ് ആംഗ്രീജിലെ 3 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം ട്രംപിന്റെയും പുടിന്റെയും പ്രതികരണം. കൂടിക്കാഴ്ചയെ ഇന്ത്യ ഉൾപ്പെടെ സ്വാഗതം ചെയ്തു. സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം പ്രശംസനീയമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ചൈനയ്ക്ക് മേൽ ഉടനടി പിഴത്തീർവ ചുമത്തേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇന്ത്യയുടെ വിഷയത്തിൽ പ്രതികരിച്ചില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാകിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ 200-ലേറെ പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ മേഘവിസ്ഫോടനത്തിന് പിന്നാലെയാണ് മിന്നൽ പ്രളയം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ അതീവ രൂക്ഷമാണ് പ്രളയ സാഹചര്യം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ പേമാരിയിൽ 194 പേർ മരിച്ചു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ കുന്നുകളിലുണ്ടായ മേഘവിസ്ഫോടനങ്ങളെ തുടർന്നാണ് പലയിടത്തും മിന്നൽ പ്രളയം ഉണ്ടായത്. ബുണർ മേഖലയിൽ മാത്രം 100 പേർക്ക് ജീവൻ നഷ്ടമായി. കനത്ത മഴയിൽ വീടുകൾ തകർന്നു വീണും ഒഴുക്കിൽപ്പെട്ടുമാണ് ഭൂരിഭാഗം മരണങ്ങളും സംഭവിച്ചത്. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ബജൌറിൽ ദുരിതാശ്വാസ സാമഗ്രികളുമായി പോയ ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ തകർന്നു വീണു. 5 ജീവനക്കാർ മരിച്ചു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. 24 ഡൽഹി. വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ്. ശരിയായ സമയത്ത് പട്ടിക പരിശോധിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാതെ ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ലെന്നും കമ്മീഷന്റെ മറുപടി. നാളത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ തുടക്കം കുറിക്കാനിരിക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്രതീക്ഷിത നീക്കം. നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റവാക്കിൽ പ്രതികരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടികളുടെ പടച്ചട്ടയൊരുക്കുകയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ്. ശരിയായ സമയത്ത് പട്ടിക പരിശോധിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ തെറ്റുകൾ തിരുത്താൻ കഴിയുമായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉചിതമായ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. നാളെ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് 24. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ വീഴ്ചയില്ലെന്ന് TN പ്രതാപന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നിയമാനുസൃതമായാണ്. പരാതികളുണ്ടെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയിൽ പറയുന്നു. കാസർഗോഡ് ജില്ലയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുറ്റിക്കോൽ പഞ്ചായത്തിൽ ഒരു വോട്ടർ ഐഡിയിൽ 1-ലധികം പേർക്കാണ് വോട്ടുകൾ. ഒരേ ID നമ്പറിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തും നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയതെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. 24 എക്സ്ക്ലൂസീവ്. ഒരേ വിലാസത്തിൽ നിരവധി വോട്ട്. ഇതായിരുന്നു ഇതുവരെ പുറത്തുവന്ന ക്രമക്കേട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുറത്തുവരുന്നത് ക്രമക്കേടിന്റെ മറ്റൊരു ചിത്രം. ഒരേ വോട്ടർ ഐഡിയിൽ 1-ലധികം പേർക്ക് വോട്ട് ചെയ്യാം. ഒരേ ID നമ്പറിൽ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി പേർ പട്ടികയിൽ ഇടം നേടിയെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. TTD0395871 എന്ന ആതിര ആനന്ദിന്റെ ID നമ്പറിൽ 3 പേർക്കാണ് വോട്ടുള്ളത്. വിജയാലയം കോൺവെന്റിലെ സിസ്റ്റർ സരിതയ്ക്കും കോട്ടയം എരുമേലി പഞ്ചായത്തിലെ ആതിരയ്ക്കും വോട്ട് ചെയ്യാം. കുറ്റിക്കോൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകളും വ്യാജ ID കാർഡുകളും ഉണ്ടെന്ന് ആക്ഷേപമുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ഇങ്ങനെ ഒരു ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമ്മൾ 16-17 വാർഡിലുള്ള കുറ്റിക്കോൽ പഞ്ചായത്തിൽ ഭൂരിഭാഗം എല്ലാ വോട്ടുകളും എല്ലാ വോട്ടർ ലിസ്റ്റും നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 50ഓളം ആൾക്കാരുടെ വോട്ടർ ലിസ്റ്റുകൾ ഇതുപോലെ ഇരട്ട വോട്ടുകൾ അതോടൊപ്പം ഒരു വോട്ടർ ലിസ്റ്റിൽ ഒരു ID നമ്പറിൽ ജില്ലയ്ക്ക് പുറമെയുള്ള ഒരു നമ്പറിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം വാർഡുകളിലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വോട്ടർ IDയുടെ ഉടമസ്ഥർ CPIM അനുഭാവികളെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇതിനിടെ ജില്ലാ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്കും മകനും മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ഇരട്ട വോട്ടും 2 ID കാർഡുകളും കണ്ടെത്തിയതിനും വിമർശനമുയർന്നു കഴിഞ്ഞു. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.
കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി തള്ളണമെന്ന് പോലീസ്. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നെന്നും ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ലെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കെ നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉന്നയിച്ച കൈക്കൂലി ആരോപണം സാധൂകരിക്കുന്ന പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് തുടരന്വേഷണത്തിനായി കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയെ പൂർണ്ണമായി എതിർത്താണ് പോലീസ് റിപ്പോർട്ട്. ആത്മഹത്യാ പ്രേരണക്ക് അടിസ്ഥാനമായ തെളിവുകൾ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും കുടുംബം ഉന്നയിച്ച പഴുതുകൾ റിപ്പോർട്ടിൽ അതേപടി ആവർത്തിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ മൊഴിയും കളക്ടർ റവന്യൂ മന്ത്രിയെ ബന്ധപ്പെട്ടതിന്റെ CDR വിവരങ്ങളും ഇതിന്റെ ഭാഗമാണ്. വിവാദ പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച TV പ്രശാന്തനുമായി നവീൻ ബാബു സംസാരിച്ചതിന്റെ CDR രേഖയും TV പ്രശാന്തൻ കൈക്കൂലി ആരോപണത്തിൽ പരാതി നൽകാൻ വിജിലൻസ് ഓഫീസിലെത്തിയ CCTV ദൃശ്യവും തെളിവുകളായി പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൈക്കൂലി ആരോപണം സാധൂകരിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജിയെ PP ദിവ്യയും കോടതിയിൽ എതിർത്തു. ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഹർജിയിൽ ഈ മാസം 23-ന് കോടതി വിശദമായ വാദം കേൾക്കും. 24 കണ്ണൂർ. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായി. ഷൈനയുടെ ഭർത്താവ് നോബി മാത്രമാണ് കേസിലെ പ്രതി. നോബിയുടെ പീഡനമാണ് ഷൈനയുടെയും മക്കളുടെയും മരണത്തിലേക്ക് എത്തിച്ചതെന്ന് കണ്ടെത്തൽ. കുറ്റപത്രം ഏറ്റുമാനൂർ പോലീസ് 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. 170 ദിവസം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഏറ്റുമാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്വേഷണത്തിൽ സമാനതകളില്ലാത്ത ഗാർഹിക പീഡനമാണ് ഷൈനിക്ക് ഭർത്താവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതെന്നാണ് കണ്ടെത്തൽ. ഭർത്താവ് നോബി മാത്രമാണ് കേസിലെ പ്രതി. ആത്മഹത്യയ്ക്ക് തലേദിവസം രാത്രിയിൽ ഫോണിൽ വിളിച്ച് ഷൈനിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി. ഇതാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഏതാണ്ട് 16 വർഷക്കാലം തുടരെ അവിടെ ഗാർഹിക പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും ഹരാസ്മെന്റും അടി ബഹളവും കൊല്ലാൻ തുടങ്ങി. ഒരു 5 കൊല്ലം മുമ്പൊക്കെ കൊല്ലാൻ തുടങ്ങി, തൊണ്ണയ്ക്ക് കുത്തിപ്പിടിച്ച് ചവിട്ടി ബാത്റൂമിനകത്ത് വലിച്ചെറിഞ്ഞതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. മക്കളെടുത്തതാണ്. അന്നേരം അവിടെ മുഖത്തൊരു ഇതെല്ലാം കണ്ടു, ഒരു കരയുന്നുണ്ട്. എന്നാ പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പം അവള് പറഞ്ഞു എന്നോട് പോയി മരിക്കാൻ പറഞ്ഞു, എന്നോടും പിള്ളേരോടും മരിക്കാൻ പറഞ്ഞു എന്നാണ് അവള് പറഞ്ഞെന്ന്. മകന്റെ മൊഴിയും ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റിന്റെ മൊഴിയും ഉൾപ്പെടെ 56 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷൈനയുടെ അടക്കം മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കുറ്റപത്രത്തിലുണ്ടാകും. നാളെയോ മറ്റന്നാളോ ഏറ്റുമാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഷൈനിയും 2 പെൺമക്കളും ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും കോടതി 28 ദിവസം റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു. 24 കോട്ടയം. വീണ്ടും വിദ്വേഷ പരാമർശങ്ങളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ലയിൽ ഒരു MLA ഒഴികെ എല്ലാവരും കുരിശിന്റെ വഴിയെ പോകുന്നവരെന്നും മുസ്ലിം ലീഗ് വർഗീയ വിഷം തുപ്പുന്ന പാർട്ടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കോട്ടയം രാമപുരത്ത് നടന്ന മീനച്ചിൽ കടുതുരുത്തി ശാഖാ നേതൃസംഗമത്തിലാണ് വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചത്. ലീഗിനെ വിമർശിച്ചായിരുന്നു തുടക്കം. അവരുടെ പേര് കേട്ടാൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്, മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അവരാണ് മതേതരത്തിന് നാഴിക്ക് 4 വട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കബളിപ്പിച്ച് അവരുടെ താളത്തിൽ കൊണ്ടെത്തിയതിനു ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച ചരിത്രം. പിന്നാലെ ക്രൈസ്തവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നെന്ന പരാമർശം. കോട്ടയത്ത് ഒരു MLA മാത്രമാണ് ഈഴവനായുള്ളതെന്നും ബാക്കിയുള്ളവർ കുരിശിന്റെ വഴിയെ പോകുന്നവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ല അല്ലേ, ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവും കാണും അല്ലേ, ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിന്റെ വഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു അജണ്ട, അത് പരോക്ഷമായി കേരളത്തിന്റെ CPM-ന്റെ കൂടി അജണ്ടയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. 24 കോട്ടയം. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നു. CPIM നേതാക്കളുടെ ശ്രമം അപലപനീയമെന്നും സഭയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ പ്രതിപത്തിയില്ല. കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞതിനെ ചൂണ്ടിക്കാട്ടി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും സഭ പത്രക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി.
അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. കവടിയാറിൽ ആഡംബര വീടുണ്ടാക്കി മലപ്പുറം SP ഓഫീസിൽ നിന്ന് തേക്ക് മുറിച്ചു കടത്തി കേസൊതുക്കാൻ ഷാജൻസ്കറിയിൽ നിന്നും 2 കോടി വാങ്ങി സ്വർണ്ണക്കടത്തു കേസിൽ ഇടപെട്ട സാമ്പത്തിക ലാഭമുണ്ടാക്കി തുടങ്ങി 5 പരാതികളാണ് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ നൽകിയത്. എന്നാൽ ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഈ പരാതികളിലൊന്നും തെളിവില്ലെന്നും തെളിവ് നൽകാൻ PV അൻവറിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇല്ലാത്ത അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട, ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത്. MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. എറണാകുളം ചെറായി ബീച്ചിൽ ആനയുടെ ജഡം കണ്ടെത്തി. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വൈകുന്നേരം 4 മണിയോടെയാണ് ചെറായി ബീച്ചിൽ ആനയുടെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ വനം വകുപ്പിന് വിവരമറിയിച്ചു. മലയാറ്റൂർ ഡിവിഷന് കീഴിൽ കുറച്ചു ദിവസങ്ങളായി ആനകൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു. പൂയംകുട്ടി പുഴയ്ക്ക് സമീപമുള്ള ആനയാണ് ഒഴുക്കിൽപ്പെട്ട് ചെറായിലെത്തിയതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ദിവസങ്ങൾ പഴക്കമുള്ള ജഡം അഴുകിയ നിലയിലായിരുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. 24, കൊച്ചി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ കയറിയപ്പോൾ താൻ അഹങ്കാരിയായെന്ന് ചിലരൊക്കെ പറഞ്ഞെന്ന് സഞ്ജു സാംസൺ. പക്ഷേ ആ അഹങ്കാരമാണ് തന്നെ ഇന്ത്യൻ ടീമിൽ എത്തിച്ചതെന്ന് സഞ്ജു. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ലോഞ്ചിങ് ചടങ്ങിലായിരുന്നു സഞ്ജുവിന്റെ രസകരമായ പ്രസ്താവന. നമ്മൾ ഒരു ക്രിക്കറ്ററായിട്ട് ഇന്ത്യൻ ടീമിലും കേരള ടീമിലും IPL ടീമിലും കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തൻ്റെടമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. അത് നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പലതും പറയും, കുറച്ച് അഹങ്കാരമായിപ്പോയി സഞ്ജു, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ച് അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പലതും പറയും. പക്ഷേ ആ അഹങ്കാരം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ദിവസം എത്തിക്കും. അതിനൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഇല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ല. നമ്മൾ കോൺഫിഡൻസ് എറഗൻസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഗ്രൗണ്ടിന്റെ പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഹമ്പിളായിരിക്കണം. അത്രേ എനിക്ക് പറയാവുള്ളൂ. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് കായികമന്ത്രി V അബ്ദുറഹിമാൻ. മെസ്സിയും ടീമും നവംബറിൽ കേരളത്തിലെത്തുമെന്നാണ് സർക്കാരിനെ അറിയിച്ചത്. സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. അർജന്റീനൻ ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ വരും. അവർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞല്ലേ. അത് അവർ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന നവംബറാണ്. ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ തടസ്സം ഉണ്ടാവും. അപ്പോൾ നവംബറിൽ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ അറിയിച്ചുള്ളത്, ഗവൺമെൻറ് അറിയിച്ചുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ഒരുക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.